ഒരു 10 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ്, ലോകം എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരു പ്രായം. കോയമ്പത്തൂർ സൂലൂരിൽ ആ കുരുന്നിനെ വേട്ടയാടി മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ചില കാമഭ്രാന്തന്മാർ. ആ കുടുംബം കണ്ണീരിൽ മുങ്ങി. ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചൊന്ന് പിടച്ചു. ആ ഒരു നിമിഷത്തിലാണ് ഈ കേസിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ 3 IPS ഉദ്യോഗസ്ഥർ വരുന്നത്. വെസ്റ്റ് സോൺ IG രമ്യ ഭാരതി ഉൾപ്പെടെ 3 ഓഫീസേഴ്സ്. പക്ഷെ അവിടെ നടന്നു വേറൊന്നുമല്ല. പ്രസ് മീറ്റ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞിന്റെ ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നവർ അവിടെ ഇരുന്ന് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ഇവർക്കൊക്കെ മനസാക്ഷിയൊന്നുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന ഒരു സാധാരണ കേസല്ല സാർ. സ്വന്തം ചോര നഷ്ടപ്പെട്ട ഒരു അമ്മ അവിടെ ഇരുന്ന് നെഞ്ചു പൊട്ടിക്കരയുകയാണ്. അവിടെ ഇരിക്കുന്നവരിൽ ഒരാൾ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. ഒരു സ്ത്രീയുടെ വേദന മറ്റൊരു സ്ത്രീക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കാക്കി വേഷം ഇട്ടിട്ട് അവിടെ വന്ന് ഞെളിഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ വെറും റൂട്ടീൻ കേസായിരിക്കാം, എല്ലാ ദിവസവും ഇതൊക്കെ സംഭവിക്കാം. ഇതൊന്നും നിങ്ങൾക്കിപ്പോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ശവശരീരങ്ങൾ കണ്ട് കണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് മരവിച്ചു പോയോ? ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം മുഖത്ത് വരുന്ന ഗൗരവം അഭിനയിക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷെ അതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ചിരിച്ച ആ ചിരിയുണ്ടല്ലോ, അത് ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി തുപ്പിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ അഹങ്കാരം, ഈ അലക്ഷ്യത അധികം നേരം നീണ്ടു നിന്നില്ല. കാരണം തമിഴ്നാടിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സാധാരണക്കാരനായ ഭരണാധികാരിയല്ല. ജനങ്ങളുടെ രോഷം കൊടുങ്കാറ്റായി പടർന്ന അടുത്ത നിമിഷം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും റിയാക്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെയുള്ളത്. എന്റെ നാട്ടിൽ ഒരു കുഞ്ഞിന് അനാഥത്വം വന്നാൽ, നീതി നിഷേധിക്കപ്പെട്ടാൽ ഞാൻ നോക്കി നിൽക്കില്ല. അതിലുപരി ആ പ്രശ്നത്തെ നോക്കി നിയമപാലകർ പരിഹസിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടില്ല. ഒരൊറ്റ ഉത്തരവ്. ജനരോഷം ആളിപ്പടരുന്ന കണ്ട മുഖ്യമന്ത്രി വിജയ് ആ 3 IPS ഉദ്യോഗസ്ഥരെയും ഉടനടി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതീവ കർശനമായ ഉത്തരവിറക്കി. അതുമാത്രമല്ല, അവർക്കെതിരെ കടുത്ത ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതാണ് സാർ ആക്ഷൻ. ഇതാണ് യഥാർത്ഥ പവർ. നിയമവും ഭരണവും എന്ന് പറഞ്ഞാൽ തമാശയല്ല. ഒരുപക്ഷെ ഈ സസ്പെൻഷന് പകരം ഒരു ഡിസ്മിസൽ എങ്കിലും കൊടുക്കണമായിരുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത് ക്രൂരനായ കുറ്റവാളിയായാലും ശരി, അതല്ല ജനങ്ങളോട് ക്രൂരത കാട്ടിയ ഉദ്യോഗസ്ഥരായാലും ശരി. ഇതുപോലുള്ള പല കേസുകളും സസ്പെൻഷനിൽ ഒതുക്കുന്നു. ഒരുപാട് നിയമ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്മിസലിലേക്ക് പലതും പോവാറില്ല. നമ്മുടെ നാട്ടിലും കാണാറുണ്ടല്ലോ, ഇതുപോലെ സസ്പെൻഷനിൽ ഒതുക്കിക്കളയും. ഇതുപോലുള്ളവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി വിജയ് എടുത്ത ഈ ദാക്ഷിണ്യമില്ലാത്ത നടപടി സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ഇതൊരു വെറും സസ്പെൻഷൻ മാത്രമല്ല, ഇനിമേൽ ഈ നാട്ടിൽ സ്ത്രീകളെയോ കുട്ടികളെയോ തൊട്ട് കളിച്ചാൽ ഈ സർക്കാർ അത് നോക്കി നിൽക്കില്ല എന്ന കടുത്ത വിമർശനം കൂടിയാണത്. ആ പിഞ്ചു കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാനും ആ ക്രൂരന്മാരായ പ്രതികൾക്ക് കോടതിയിലൂടെ പരമാവധി ശിക്ഷ ലഭിക്കുന്നതുവരെ ഈ ജനങ്ങളുടെ പോരാട്ടം തുടരും. സ്വന്തം കടമ മറന്ന ഉദ്യോഗസ്ഥർക്ക് ഈ സസ്പെൻഷൻ ചിലപ്പോൾ അവർക്ക് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. എന്നാലും ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിച്ച ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കും. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ കുട്ടികൾ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ.